ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ആലുവിന് സ്കൂളിലേക്കുള്ള ലഞ്ചും സ്നാക്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പത്തിരിയും മുട്ട റോസ്റ്റുമാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ബ്രെഡ് ഓംലെറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ആപ്പിളും. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ സ്ഥിരം ഇതുപോലെയാണ്. കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ഉറക്കം തൂങ്ങും. അതിന് ശേഷം പിന്നെ ഒന്ന് മാറ്റി റെഡിയാവുള്ളൂ. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ചടപടാന്ന് അറിയും പോലെ പെട്ടെന്ന് തന്നെ ആവും. സ്കൂളില്ലാതെ വീട്ടിലിരിക്കുന്ന സമയമാണെങ്കിൽ ഞാൻ അധികം വാരി കൊടുക്കണം. പിന്നെ ഒരു കണക്കിന് ചിന്തിക്കുമ്പോൾ അത് തന്നെയാണ് നല്ലതെന്ന് തോന്നും. കാരണം പെട്ടെന്ന് തന്നെ റെഡി ആവുമല്ലോ. അവർ സ്വന്തം കഴിക്കാനിരിക്കുകയാണെങ്കിൽ ഒരുപാട് നേരം ഇരുന്ന് അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ. ഇതാകുമ്പോൾ നമ്മുടെ പണി പെട്ടെന്ന് തന്നെ കഴിയും. സ്കൂളിൽ പോകുമ്പോൾ ഒന്ന് മാറ്റി റെഡിയാവുന്നത് വരെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പൊതുവെ സ്കൂളിൽ പോകാൻ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല അവളെ കൊണ്ട്. ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ എന്തൊരു സുഖമാണ്. നമ്മൾ സ്കൂളിൽ പോയിരുന്ന സമയത്തെ പോലെയൊന്നല്ലല്ലോ. അവർക്കെല്ലാം അവരുടെ കണ്ണു മുന്നിൽ തന്നെ ഉണ്ട്. അവർക്ക് സെറ്റ് ചെയ്തൊന്ന് കൊണ്ടുപോവുക, പഠിച്ച് തരിക, അത് മാത്രമേ ഉള്ളൂ. ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും മുട്ട റോസ്റ്റും അതുപോലെ നൈസ് പത്തിരിയും. ഞങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും മഞ്ഞുമോൾ എണീച്ചിരിക്കുകയാണെങ്കിൽ അവളിങ്ങനെ അവളുടെ ചെയറിൽ ഇരുത്തുകയാണ് ചെയ്യാറ്. പൊതുവെ ഇങ്ങനെ ഇരുത്തി കൊടുക്കുമ്പോൾ അവൾക്ക് ആ പ്ലേറ്റിൽ കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കും. അതിങ്ങനെ നുള്ളിപ്പെറുക്കി അവൾ കഴിക്കും. അങ്ങനെയാണ് അവൾ ഒറ്റയ്ക്ക് കഴിക്കാനൊക്കെ പഠിച്ചു തുടങ്ങുന്നത്. ഒരുപാട് ഫുഡ് നിലത്ത് വീഴും, എന്നാലും കുഴപ്പമില്ല. അവൾ സ്വന്തം തന്നെ അങ്ങനെ പഠിക്കാൻ നോക്കുമല്ലോ. പിന്നെ അവൾക്കൊരു മുട്ടയാണ് ഇന്ന് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അവളെ ഉറക്കി. ശരിക്കും പറഞ്ഞാൽ അവരെ ഉറക്കും ഫുഡും റെഡിയായി തന്നെ അവരുടെ ഒരുപാട് കുറുമ്പുകളൊക്കെ മാറിക്കിട്ടും. എനിക്ക് ഒഴിവുള്ള സമയത്ത് ഇതുപോലെ ഓരോന്നൊക്കെ ചെയ്യുന്നതാണ് ഇഷ്ടം. അവൾ ഉറങ്ങിയ സമയം നോക്കിയിട്ട് ഞാൻ ഇതൊന്നും എടുത്താണ്. അല്ലെങ്കിൽ എണീച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലായിടത്തും പാഞ്ഞ് കിടക്കും. ഓളവിടെ കളിക്കുന്ന നേരത്ത് ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ട് കഴിക്കാൻ, സമൂസ. അത് ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. സമൂസ ഉണ്ടാക്കുന്ന ദിവസം ഒരിക്കലും മടുക്കാതെ കഴിക്കുന്നത് ഞാൻ കാണും. അതുകൊണ്ട് തന്നെ ഒരുപാട് നാളായി ഉണ്ടാക്കിയിട്ട് അവൾക്ക് വേണ്ടിയിട്ട് സമൂസ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും നമ്മുടെ ആ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമല്ലായിരിക്കുമോ. നമ്മുടെ പ്രയോറിറ്റീസും കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടിയിട്ട് മാറ്റി അവരുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളായി മാറും. അത് നമ്മൾ അങ്ങനെ ആക്കുന്നതല്ല, ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സ് അങ്ങനെ ആയിപ്പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ഫുഡ് കിട്ടുകയാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ബാക്കി എടുത്തു വെക്കുക, നമ്മൾ കഴിക്കാതിരിക്കുക, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. പണ്ട് എൻ്റെ ഉമ്മ മാറ്റി ഞങ്ങൾക്ക് എടുത്തു വെക്കുമ്പോഴും കഴിക്കാതെ വെക്കുമ്പോഴൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കും ചെയ്യുമായിരുന്നു, ഞാൻ പറയും ചെയ്യുമായിരുന്നു, ഞാനൊന്നൊരിക്കലും എൻ്റെ മക്കളായി കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. അവർക്ക് വേണ്ടത് അവർ കഴിക്കുക, എനിക്ക് വേണ്ടതൊക്കെ ഞാൻ കഴിക്കും, എൻ്റെ ഇഷ്ടങ്ങളാണ് എനിക്ക് പ്രധാനം എന്നായിരുന്നു. പക്ഷേ ഈ ഒരു ടൈം ആയപ്പോഴത്തേനും ഞാൻ അതിൽ നിന്ന് ഒരുപാട് മാറിപ്പോയി. പക്ഷെ ആ മാറ്റങ്ങളൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയതൊന്നുമല്ല, ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിപ്പോകുന്നതാണ്. അതുകൊണ്ട് എനിക്കൊരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സന്തോഷത്തോടെ ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഏതൊരു കാര്യം നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുകയാണ്, സന്തോഷത്തോടെ ചെയ്യുകയാണെങ്കിൽ അതിന് ഒരിക്കലും നമുക്ക് മടുപ്പൊന്നും വരില്ല. അല്ലെങ്കിൽ നമ്മൾ കടമയായിട്ടും ചെയ്യണ്ടേ അങ്ങനത്തെ ഒരു മൈൻഡിൽ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. കണ്ട ഇവരുടെ ഓരോരോ സന്തോഷങ്ങൾ കാണുമ്പോൾ നമുക്ക് എന്താണ് വലുത്? ഇതന്നെയാണ് വലുത്. ഈ ഒരു കാര്യത്തെ പലരും തള്ള വൈബ് എന്നൊക്കെ പറയുമെങ്കിൽ പോലും, പക്ഷേ ഇത് തള്ള വൈബൊന്നല്ല, ഇത് നമ്മുടെ വൈബാണ്. നമ്മളെ മക്കൾ പറയുന്ന നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും അവർക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നതുമാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.